നമസ്കാരം. UDF കൺവീനർ പി തങ്കച്ചനാണ് ക്ലോസ് എൻകൗണ്ടർ. RSPയും JDUവിനെയും പിടിക്കാൻ വേണ്ടി LDFിൽ നിന്ന് ദൂതന്മാർ വന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഏറ്റവും ഒടുവിലത്തെ UDF യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഞാനന്ന് പറഞ്ഞത് വെറുതെയല്ല എന്നുള്ളത് ഇന്നലെ RSPയുടെ സംസ്ഥാന സെക്രട്ടറി അസീസിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി വ്യക്തമായില്ലേ. അസീസ് പറഞ്ഞ തന്നെയാണ് ഞാനും പറഞ്ഞത്. ആരാണ് UDF മുന്നണി വിട്ടുപോയ പഴയ ഒരു UDFിലെ കക്ഷി നേതാവ് ഈ ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ വേണ്ടി RSPയും JDUവും വിചാരിച്ചാൽ നടക്കുമെന്നും അവർക്ക് വരാൻ പോകുന്ന മന്ത്രിസഭയിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാമെന്നും മറ്റു ചില ഓഫറുകളുമായിട്ട് ചെന്നിരുന്നു എന്ന് ശ്രീ അസീസ് വെളിപ്പെടുത്തിയിരുന്നില്ലേ അവരുടെ അടുത്ത് ഇരുന്നെന്ന്. ഏതാണ് UDF വിട്ട ഘടകകക്ഷി? ആർ ബാലകൃഷ്ണപിള്ള? എനിക്കറിയില്ല. താങ്കളാണ് പറഞ്ഞത് പോലീസും ഇൻ്റലിജൻസും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഞങ്ങളത് അറിയുമല്ലോ. അത് ഈ അപ്രോച്ച് ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞു. ഘടകകക്ഷികളുടെ മേലിൽ പോലീസിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും മേൽനോട്ടം ഉണ്ടോ? ഇപ്പോൾ ഘടകകക്ഷികളുടെ എല്ലാ പൊളിറ്റിക്കലായിട്ട് നടക്കുന്ന സംഭവവാസങ്ങളൊക്കെ വിലയിരുത്താനാണല്ലോ ഈ സ്പെഷ്യൽ ബ്രാഞ്ച്. പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും വിലയിരുത്തുന്നത് അവരുടെ ചുമതലയാണ്. അവരതൊക്കെ തേടി പിടിക്കും. അപ്പോൾ ഈ 72 73 അംഗങ്ങളുള്ള UDFിനെ നിലനിർത്താൻ ഇപ്പോൾ പോലീസിൻ്റെ സഹായം ആവശ്യമായി വരികയാണ്. പോലീസിൻ്റെ സഹായം വേണ്ട ഏത് കാലത്തും, ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തും പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് വാച്ച് ചെയ്യൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ചുമതലയാണ്. അവരതാത് സമയത്ത് മുഖ്യമന്ത്രിക്കും ഹോം മിനിസ്റ്റർക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടനെ UDFിലെ 2 ഘടകകക്ഷി ജനതാദൾ യുണൈറ്റഡിനെയും RSPയെയും പിടിക്കാൻ LDF ശ്രമിക്കുന്നുണ്ട് എന്നും UDF വിട്ട ഒരു ഘടകകക്ഷി അതിന് നിയോഗിച്ചിട്ടുണ്ട് എന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്. അതെ, അല്ല, ആ വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ വിവരം ഗവൺമെൻറ്റിന് കിട്ടി. അത് അവർ ഏറ്റുപറഞ്ഞല്ലോ. ഷെയ്ഖ് പി ഹാരിസ് ജനതാദളിൻ്റെ നേതാവും അതുപോലെ ശ്രീ അസീസ് MLA RSPയുടെ നേതാവ്, ഇവർ രണ്ടുപേരും പറഞ്ഞല്ലോ ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞല്ലോ ഇങ്ങനെ പിടിക്കാനുള്ള ശ്രമങ്ങളുണ്ട്, ഞങ്ങൾ ഏതായാലും UDF അവർക്ക് എന്താണ് ഓഫർ കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോയില്ല. ഇവർ രണ്ട് MLAമാർ വെച്ചാണല്ലോ ജനതാദൾ യുണൈറ്റഡിനും RSPക്കും ഉള്ളത്. RSPക്ക് 3 ഇല്ലേ? RSPക്ക് ഷിബു നേരത്തെ ഉണ്ടായിരുന്നത്. വന്നവരിൽ 2 MLAമാരാണുള്ളത്. ഈ രണ്ടും 4 കൂട്ടിയാൽ ഈ ഭരണത്തെ വീഴ്ത്താമെന്ന് LDF കരുതുന്നു. അവരൊരു പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതെ, അതിനുവേണ്ടി എന്ത് വില കുറഞ്ഞ തരം താഴ്ന്ന നടപടികളും സ്വീകരിക്കാൻ LDFന് മടിയില്ല. കുറേ കാലങ്ങളായിട്ട് അവരുടെ ശ്രമമാണ്. അതുകൊണ്ടാണല്ലോ KM മാണിയെ മാർക്സിസ്റ്റ് പാർട്ടി ചാക്കിട്ടത്, അതിനുവേണ്ടി ശ്രമിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടി എന്താ അത് നിഷേധിക്കാത്ത? കാരണം അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI അത് ഏറ്റു പറഞ്ഞല്ലോ. ഞങ്ങളെന്ന് പറഞ്ഞില്ലേ മാണിയെ ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്ന് CPMനോട് ചോദിച്ചു. CPM ഇതവരതിനെക്കുറിച്ച് മാണിയെ പിടിക്കുന്ന ഭാഗമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ അനായാസം ജയിപ്പിച്ചു കൊടുക്കാം എന്ന കരാർ LDFും മാണിയും തമ്മിലുണ്ടായിരുന്നു. എനിക്കറിയില്ല, ആ ഡീറ്റെയിൽസ് അറിയില്ല. ഏതായാലും KM മാണിയെ അങ്ങോട്ടാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ വിവരം ഇവർ കുറേ കാലമായി ഇതിങ്ങനെ തുടർന്നു വരും. ആദ്യം KM മാണി, പിന്നീട് ഇപ്പോൾ JDUവും RSPയും എന്നാണ് UDFിൻ്റെ വിലയിരുത്തൽ. അതെ, അവരാ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. ഉറപ്പുവരുത്തിയിട്ടുണ്ടോ ഇവരൊന്നും പോകുന്നില്ല എന്ന്? അസീസ് പറഞ്ഞു ശരിയാണ്, ഞങ്ങളെ പിടിക്കാൻ ഒരു ശ്രമം നടന്നു എന്ന്. പക്ഷേ അസീസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ പറയുന്നത് ഇവിടെ തൊലിക്കെട്ടി മത്സരമാണ്, 3 മണിക്കൂർ മതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ഇടാനാണ്. അപ്പോൾ ആ പാർട്ടിക്കുള്ളിലൊക്കെ തന്നെയും അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഇവർ പോകില്ല എന്ന് UDF ഉറപ്പുവരുത്തി. ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം പരതാറിന്ന് അല്ലേ ഈ നമ്മുടെ MP പിണറായി വിജയൻ വിളിച്ചത്. ആ പരതാറിന്ന് വിളിച്ച വിജയൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ അല്പം അന്തസ്സും മാന്യതയുള്ള ആരെങ്കിലും തുനിയോ? ഏതെങ്കിലും പാർട്ടി തയ്യാറാവും? അവിടെ പരനാറി പ്രശ്നം മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ തൊലിക്കെട്ടി പ്രശ്നമാണ്. എന്ത് പരനാറി എന്ന് വിളിച്ചാൽ പോലും ആർക്കും ഒന്നും ഏക്കാത്ത വിധത്തിലുള്ള തൊലിക്കെട്ടി UDFിലുണ്ട് എന്നാണ് പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ പറയുന്നത്. മാത്രമല്ല ഇവിടുന്ന് വിട്ടു പോകാൻ പക്ഷേ ചന്ദ്രചൂഡൻ 3 മണിക്കൂറാണ് മതി എന്ന് പറയുന്നത്. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ദാ പോയി. ചന്ദ്രചൂഡൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ വരി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തൽക്കാലം UDF കൂടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പറയണമല്ലോ, സ്വാഭാവികമായിട്ടും വിടാൻ തീരുമാനിക്കാത്തത് കൊണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സ് അവിടെ ഉണ്ട്. സംസാരം നടക്കുന്നുണ്ടോ ഇല്ലയെന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ചന്ദ്രചൂഡൻ
അതിൻ്റെ ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് ഈ അസീസ് പറഞ്ഞത്. അല്ല, ചന്ദ്രചൂഡനാണ് അസീസിൻ്റെ സെക്രട്ടറി. അസീസ് സംസ്ഥാന സെക്രട്ടറിയും ചന്ദ്രചൂഡൻ ജനറൽ സെക്രട്ടറി. അതായിരിക്കും സംസ്ഥാന ഘടകമാണല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. അങ്ങനെ പല കോമ്പിനേഷൻസും ഉണ്ടല്ലോ. സംസ്ഥാന ഘടകങ്ങളിലുള്ള കൂട്ടുകെട്ട് തന്നെ ആയിരിക്കണമെന്നില്ല ദേശീയ അടിസ്ഥാനത്തിലുള്ള കൂട്ടുകെട്ട്. ഈ ജനതാദൾ യുണൈറ്റഡ് ഇപ്പം ജനതാ പരിവാർ വരാൻ പോവുകയാണല്ലോ. അതോടുകൂടി ജനതാദൾ എസ് കൂടിയായി ചേരും. ജനതാദൾ എസിന് 4 അംഗങ്ങളും ജനതാദൾ യുണൈറ്റഡിന് 2 അംഗങ്ങളുമാണ്. ഇപ്പോൾ ജനതാ പരിവാർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭീഷണി കൂടിയുണ്ട്. കാരണം ഈ ജനതാ പരിവാറിന് ഏറ്റവും സുഗമമായി യോജിച്ചു പോകാൻ കഴിയുക ഇടത് കക്ഷികളോടാണ്. അതൊക്കെ ഊഹാപോഹങ്ങളല്ലേ. സംസ്ഥാന സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടോ യു ഡി എഫ്? സംസ്ഥാന പിന്നെ ഞങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊക്കെയല്ല, അത് വിലയിരുത്തുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല. വീരേന്ദ്രകുമാറിനോട് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ പൊതുവെ പറയുമോ? പക്ഷെ എന്നാലും നിങ്ങൾ സംസാരിക്കുന്നുണ്ട് വീരേന്ദ്ര. ഞങ്ങളാരും പറയില്ല അങ്ങനെയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയില്ല. എന്തായാലും അവരെ വിട്ടുപോയില്ല, അത് ഉറപ്പാണ്. അവർ ഗവൺമെൻറ്റിൽ തന്നെ കക്ഷിയായി ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കും. കാലാവധി പൂർത്തിയാക്കുമെന്ന് പറയുന്നുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുണ്ടാവുന്ന ഉറപ്പില്ല. ഭാവിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആർക്കും പ്രവചിക്കാനുള്ളൂ. അങ്ങനെയാണ് നിലപാട് KP മോഹൻ അടക്കമുള്ളവരുടെ. ഇവിടെ കടും വെട്ടുക, എന്നിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂത്തുപറമ്പിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. അതൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളല്ലേ. വരാൻ പോണ ഭാവിയിൽ അവരെന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ദർ ഈസ് നോ പ്രോബ്ലം. ഗവൺമെൻറ് അവിടെ വെക്കട്ടെ. 20-ാം തീയതിയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുമോ? നന്നായി കിട്ടും. ഒരു വോട്ട് പോലും, അതായത് ഗണേശൻ്റെ വോട്ട് പോലും കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെങ്ങനെയാണ് പ്രതീക്ഷിക്കുക? നിങ്ങൾ അടിച്ചു പുറത്താക്കിയതിന് വോട്ട് ചോദിക്കാൻ നാണോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ബാലകൃഷ്ണപിള്ള ചോദിച്ചാൽ കേൾക്കേണ്ടി വരും. അതെ, പക്ഷേ ഞങ്ങൾ ജയിപ്പിച്ചത് ഞങ്ങളല്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ അതും കേൾക്കേണ്ടി വരില്ലേ? ജയിപ്പിച്ചാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പുറത്താക്കി? ഞങ്ങൾ പുറത്താക്കിയതല്ല, അവർ സ്വയം പുറത്തു പോയതല്ലേ. അല്ല, ഏതാണ്ട് നടുവിൽ നിർത്തി മഴയത്തും വെയിലും കൊണ്ട് നിൽക്കുമ്പോൾ അവർ അവിടെ ഒരു തണൽ കാണുമ്പോൾ അവിടെ കയറി ചെല്ലുമല്ലോ. പുറത്തു പോയതല്ലേ, സ്വയം പുറത്തു പോയതാണ്. PC ജോർജ് മുന്നണിയിലുണ്ടോ? PC ജോർജ് ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് കേരള കോൺഗ്രസ് എമ്മിലെ ഒരു MLA ആണ്. രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് PC ജോർജ് UDF-ലൊന്നും ഇല്ല. UDF-ന്റെ കമ്മിറ്റിയിലില്ലെന്നാണ് പറഞ്ഞത്. UDF-ന് ഉന്നതാധികാര സമിതിയിലില്ല ഇല്ലെന്നാണ് പറഞ്ഞത്. അതേ UDF-ന്റെ MLA അല്ലേ കേരള കോൺഗ്രസ് എം എന്നുള്ള നിലയിൽ? ഒരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണോ ഇപ്പോൾ PC ജോർജ്? അത് പ്രവർത്തനം മോശമാണെങ്കിൽ കേരള കോൺഗ്രസ് എം വേണം അതിന് നടപടി നടത്താൻ. UDF-ന് ഒരു പ്രശ്നമില്ല. UDF-ന് പ്രശ്നമില്ലെന്നല്ല, ഞങ്ങളെ പ്രതികൂലമായി സാരമായി ബാധിക്കുമെന്ന് കണ്ടാൽ ഞങ്ങൾ ഇടപെടും. പാലായിലൊരു സൗഹൃദ മത്സരത്തിന് അനുവദിക്കണമെന്നാണ് PC ജോർജ് ആവശ്യപ്പെടുന്നത്. ജോർജ് അങ്ങനെയൊക്കെ പറയും. ഞങ്ങളെ മുന്നണിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ജോർജിൻ്റെ പ്രവർത്തനങ്ങൾ വളർന്നാൽ ഞങ്ങൾക്ക് ഇടപെടാതിരിക്കും. മുന്നണിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധത്തിൽ മാറിയെന്ന് മാത്രമല്ല അതിര് കടന്നു. അതെ, അത് അങ്ങനെ അതിര് കടന്നു എന്ന് ബോധ്യം വന്നാൽ ആ പാർട്ടിയിൽ ഇടപെടും, ആ പാർട്ടിയിൽ തീരുമാനം ഉണ്ടാക്കും. അടുത്ത തവണ പൂഞ്ഞാറ്റിൽ മാത്രം മത്സരിച്ചപ്പോൾ എനിക്ക് പാലായിൽ കൂടി മത്സരിക്കാൻ UDF അനുവദിക്കണം, സൗഹൃദ മത്സരം അനുവദിക്കണം എന്നൊക്കെയാണ് PC ജോർജ് പറയുന്നത്. 2 സ്ഥലമാക്കണേ. 25,000 വോട്ടിന് മാണിയെ തോപ്പിച്ചും കഴിഞ്ഞു. ആഗ്രഹങ്ങളല്ലേ മനുഷ്യർക്ക്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അല്ല, ആഗ്രഹങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കും UDF എന്നല്ലേ. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, മുന്നണിക്ക് പൊതുവേ ദോഷം വരും. ജോർജിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മുന്നണിക്ക് ദോഷകരമല്ല. അത് അത്ര ഗൗരവമായിട്ട് ഇതേവരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണക്കിലെടുത്തിട്ടില്ല. ബഹാമസിൽ, ശ്രീലങ്കയിൽ, ഇന്ത്യക്ക് വെളിയിൽ മാണിയുടെ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തുന്ന അതിനൊന്നും തെളിവുകളില്ലല്ലോ. ആർക്ക് എന്തെങ്കിലും പറയണതിന് എന്തെല്ലാം ആളുകൾ ഓരോരുത്തരെ കുറിച്ച് ജോർജ് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു മാണിയുടെ വീട്ടിൽ നോട്ടടിക്കുന്ന യന്ത്രം. ഇതൊക്കെ തെളിവല്ലേ, ദൃക്സാക്ഷിയല്ലേ? അതിനൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് UDF ഇങ്ങനെ ദുർബലപ്പെടാൻ കാരണം? ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് B പോയി, CMBയിലെ ഒരു വിഭാഗം പോയി, JSSലെ KR ഗൗരിയമ്മ അടക്കമുള്ളവർ പോയി, ഗണേഷ് കുമാർ പോയി MLA എന്നുള്ള നിലയിൽ. PC ജോർജ് ഇപ്പോൾ വഴിയിൽ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുർബലപ്പെടുന്നത്? ദുർബലപ്പെട്ടില്ലല്ലോ. ഇതൊക്കെ ദുർബലപ്പെടലല്ലോ. നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 72 ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ദുർബലപ്പെടില്ല. ഇന്നും 72. RSP എന്ന് പറയുന്ന ഒരു പാർട്ടി വന്നിട്ട് പോലും 72. RSP വന്നില്ലായിരുന്നെങ്കിൽ CPP തങ്കച്ചി ഇന്ന് ഗവൺമെൻറ് ഉണ്ടോ? RSP വന്നില്ലായിരുന്നെങ്കിൽ നോക്കിയുള്ളത് സങ്കല്പം. വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഭൂരിപക്ഷമുള്ളായിരുന്നെങ്കിൽ ഗവൺമെൻറ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പാസിറ്റീസ് ഞങ്ങൾക്ക് അന്ന് നിയമസഭ കഴിഞ്ഞതിനേക്കാൾ തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ജയിച്ചത്. RSP ഇങ്ങോട്ട് വന്നു. എന്നിട്ട് എന്ത് കാര്യമുണ്ട്? RSP വന്നത് CPMലുള്ള ഒരു ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായി RSPയുടെ മെക്കിട്ട് കയറാൻ പിണറായി വിജയൻ തയ്യാറായതുകൊണ്ട് ഭാഗ്യത്തിന് 2 MLA-മാരെ കിട്ടി. ഇല്ലായിരുന്നുവെങ്കിൽ ഞാനതാ ചോദിക്കുന്നത്, ഒരു ദൗർബല്യം UDF-നെ ബാധിച്ചിട്ടില്ലേ? ദൗർബല്യമില്ല. ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു മാർജിനൽ മെജോറിറ്റി എന്നുള്ളതിൻ്റെ
ചില ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ ഗവൺമെൻറ്റിന് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കോ ഈ വിവാദങ്ങൾ കൊണ്ടൊന്നും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനവും ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കം കുറേ കാലത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുകയാണ്. നേരത്തെ പറഞ്ഞ ഘടകകക്ഷികളുടെയൊക്കെ പ്രശ്നമുണ്ട്. ഇതൊന്നും ദൗർബല്യമായി കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും LDFനൊരു മേൽക്കൈ ചില കാര്യങ്ങളിലെങ്കിലും വരുന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഇത്തവണത്തെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലാണ് 2 സീറ്റുകളുടെ വ്യത്യാസം വന്നത്. ഇതിനു മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളൊക്കെ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ വല്ലാതെ താഴെ പോയി എന്നാണ് ഞാൻ പറയുന്നത്. അതെ, അതൊക്കെ ഈ പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും നമുക്ക് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മുഴുവൻ അനലൈസ് ചെയ്യാനൊക്കെ അതൊരു ജനറൽ ട്രെൻഡായിട്ട് എടുക്കാനൊക്കെ. പക്ഷേ ഈ ഘടകകക്ഷികളൊക്കെ പോകുന്നു. ആർ ബാലകൃഷ്ണപിള്ള പറയുന്നുണ്ട് UDFൻ്റെ ഹിന്ദുമുഖം നഷ്ടപ്പെട്ടു എന്ന്. ആർ ബാലകൃഷ്ണപിള്ളയില്ല, KR ഗൗരിയമ്മയില്ല, MV രാഘവനില്ല. ഇങ്ങനെയുള്ള നേതാക്കളെ എല്ലാം നഷ്ടപ്പെടുത്തി ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും മാത്രമായ ഒരു മുന്നണിയായി ഇപ്പോൾ UDF മാറി. ഞങ്ങളെ ഇത് ഒരു ഹിന്ദു രാഷ്ട്രമല്ല ഇന്ത്യ, കേരളം ഹിന്ദു സംസ്ഥാനമല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രചരണം വരും. ഇതൊരു മതേതര കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, ഇതൊരു മതേതര സ്വഭാവമുള്ള UDFാണ്. മതേതരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കക്ഷികൾ ഉൾക്കൊള്ളുന്ന ആണ് UDF. അതിലേത് ജാതി, ഏത് മതം, അത് നായരാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ മൊത്തം നോക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം അത് UDF ആദ്യം മുതലുണ്ട്, കോൺഗ്രസ് ആദ്യം മുതലുണ്ട്. കോൺഗ്രസിന് കാണിക്കാൻ ഒരു ഹിന്ദു നേതാവിനെ കാണിക്കും എത്രയോ പേരുണ്ട്, ഉണ്ടാകും, ഇഷ്ടം ഉണ്ട്. VM സുധീരൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുണ്ട്. പക്ഷേ നിങ്ങളുടെ നേതൃത്വത്തെ നോക്കൂ. ഉമ്മൻചാണ്ടി, PP തങ്കച്ചൻ, PK കുഞ്ഞാലിക്കുട്ടി, KM മാണി, ഇങ്ങനെയുള്ള നേതാക്കളാണെന്നാണ് ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത്. അതൊക്കെ വളരെ വളരെ ചീപ്പായിട്ടുള്ള മീനായിട്ടുള്ള കാര്യങ്ങളല്ലേ. ആ തരത്തിലുള്ള പ്രചരണം വന്നാൽ എങ്ങനെ നേരിടും? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്താൻ പോകുന്ന പ്രചരണത്തെക്കുറിച്ചാണ് ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത്. പക്ഷേ ജനം വിശ്വസിക്കേണ്ടത് കേരളമാണ്, വിവരമുള്ള ആളുകളാണ്, പത്രം വായിക്കുന്നവരാ, വിദ്യാഭ്യാസമുള്ളവരാ. അങ്ങനെ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കാനാണ് ജനങ്ങളുള്ളൂ. അത്ര എളുപ്പമായ കാര്യങ്ങൾക്ക് പോട്ടെ, അത് ചെയ്തോ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ നേതൃത്വത്തെ മുൻനിർത്തിയായിരിക്കുമോ മുന്നോട്ട് പോവുക? ഞങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഒരു പോരായ്മയില്ല. അതായത് ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതൊക്കെ ആ സമയത്ത് തീരുമാനിക്കുന്ന. 2011 ഉമ്മൻചാണ്ടിയെ നിർത്തുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയും നിർത്തിയിരുന്നല്ലോ, KPCC പ്രസിഡന്റ് ആയിരുന്നിട്ട് കൂടി. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നിങ്ങൾ കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ആദ്യകാലങ്ങളിൽ കൺഫ്യൂഷനായി തന്നെ തുടർന്നു. ഇപ്പോൾ രണ്ടാമനായി രമേശ് ചെന്നിത്തല വന്നു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്ക് ഒരു അവസരം കൂടി കൊടുക്കുക എന്നുള്ളത് 2011 ഒരു ബാധ്യതയായിരുന്നു. കാരണം 1.5 വർഷം മാത്രം ഭരിച്ച മുഖ്യമന്ത്രിയെ തുടർന്നൊരു ഫുൾ ടേം അനുവദിക്കുക എന്നുള്ളൊരു ഒരു സാധ്യത അത് ഉമ്മൻചാണ്ടിക്ക് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ 2016 അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് അത് ബൈ ഡീഫോൾട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയും. ഈ 2016 തെരഞ്ഞെടുപ്പിൽ ആരെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും എന്നുള്ളതൊന്നും ഇപ്പം പ്രവചിക്കാൻ കഴിയില്ല. അത് ഉമ്മൻചാണ്ടി ആയിരിക്കുമോ, ആരാണെന്ന് ഇപ്പം പ്രവചിക്കാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയെ ആക്കാൻ കഴിയുമോ എന്നൊന്നും ഇപ്പം പ്രവചിക്കാൻ കഴിയില്ല. അതൊക്കെ അതാത് സാഹചര്യം. എന്തുകൊണ്ട് പ്രവചിച്ചൂടെ? ഈ മുഖ്യമന്ത്രി ഭയങ്കര മുഖ്യമന്ത്രിയാണെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണ് പിന്നെ 2016 അദ്ദേഹം പാർട്ടി കൂടി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഹൈക്കമാൻഡും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വമൊക്കെ കൂടി ആലോചിച്ച്. ഇപ്പോൾ K കരുണാകരനുള്ള കാലഘട്ടങ്ങളിൽ K കരുണാകരനല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കുക എന്നൊന്നും ഒരു കാലത്തും കോൺഗ്രസിന് പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല? ഞങ്ങളെ അങ്ങനെ ആരെയെങ്കിലും മുൻനിർത്തിക്കൊണ്ടല്ലോ ഞങ്ങൾ ഇതേവരെ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് നേതാവിനെ കണ്ടു. പക്ഷെ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ നേതാവിൻ്റെ തുടർച്ച UDF അത് യഥാസമയം തീരുമാനിക്കും. UDFന് ഒരു മുഖം മാറ്റം ആവശ്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ വിവാദ വിഷയങ്ങളാണ്, സോളാർ ആയിക്കൊള്ളട്ടെ, ബാർ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടികളായിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊരു മുഖം മാറ്റം ഒരു UDFന് ആവശ്യമുണ്ടോ? ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും കോൺഗ്രസിൽ ഷിബി തങ്കച്ച മനസ്സ് തുറന്ന് പറഞ്ഞാൽ ഇപ്പോഴത് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടില്ലേ? എനിക്കറിയില്ല. ഞങ്ങളാരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഒരു കുഴപ്പമില്ല. രമേശ് ചെന്നിത്തലയെ തിരികെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചില മർമറിങ് കോൺഗ്രസിൽ തുടങ്ങിയിട്ടുണ്ട്. മർമറിങ് ഒന്നും ആരും കാര്യമാക്കാറില്ല. മർമറിങ് ഉണ്ടോ ഇല്ല അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല.
പാർട്ടിക്കകത്ത് യഥാസമയം ഞങ്ങൾക്കൊരു ഹൈക്കമാൻഡ് ഉള്ളതുകൊണ്ട് ഹൈക്കമാൻഡുമായി ആലോചിച്ച് അവരുടെ നിർദ്ദേശം കൂടി അനുസരിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. യഥാസമയം തീരുമാനം. ഒരു ഓൾട്ടർനേറ്റീവ് ഉമ്മൻചാണ്ടിക്ക് എന്ന് വരികയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തലയാണോ ഇന്നത്തെ? രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കുഴപ്പമില്ല. രമേശ് ചെന്നിത്തലയാവാം, VM സുധീരനാവാം, ഒരുപാട് പേരുണ്ട് കോൺഗ്രസ്, അവർക്കൊക്കെ ആവാം. VM സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ KM മാണിയുടെ ബാർക്കോഴ വിവാദം, PC ജോർജിനെ UDFൽ നിന്ന് പുറത്താക്കണമെന്ന മാണിയുടെ ആവശ്യം, ഇതെല്ലാം ചർച്ച ചെയ്തത് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരായിരുന്നു. എന്തുകൊണ്ട് അവിടെ VM സുധീരനെ കണ്ടില്ല? എന്തുകൊണ്ട് അവിടെ PP തങ്കച്ചനെ കണ്ടില്ല? സാധാരണ ഒരു രീതി അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ KPC പ്രസിഡന്റ് കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. KPC പ്രസിഡന്റ് അഭിപ്രായ കാര്യത്തിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന്. അല്ല, മുഖ്യമന്ത്രി KPC പ്രസിഡന്റ് പറയാനുള്ള കാര്യങ്ങൾ, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ആ ചർച്ചയ്ക്ക് പോയ കോൺഗ്രസിൻ്റെ ആളുകളോട്, ആ ചർച്ച ഒരു മെസ്സേജിൽ തീരുന്ന ചർച്ചയായിരുന്നില്ല. കാണ്ടമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി വരികയായിരുന്നു. അത് അവർ അവസാന ഘട്ടത്തിൽ KM മാണി ചർച്ചയ്ക്ക് തയ്യാറായത് പോലുമില്ല. അപ്പോഴാണ് ശ്രീ PC ജോർജ് കത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി വിളിച്ചിട്ട് വരുന്നില്ല. ഒടുവിൽ രമേശ് ചെന്നിത്തല വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് എന്തായിരിക്കും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത്? എനിക്കറിയാം. KM മാണി തീർത്ത് പറഞ്ഞിരുന്നു, ഞാൻ ഇനി ചർച്ചയ്ക്കില്ല, എൻ്റെ ഡിമാൻഡ് ഇതാണ്, ഞാൻ എന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് PC ജോർജ് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തണം, 5ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് 6ാമത്തെ മിനിറ്റിലും എത്തിയില്ലെങ്കിൽ ആ മന്ത്രി ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്ന് PC ജോർജ് ആ കാരണത്തിലാണ് പറഞ്ഞത്. ജോർജ് പറയുന്നത് മുഴുവൻ സ്വീകരിച്ച് പാർട്ടിക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകും. അങ്ങയുടെ മുന്നണിയിലെ ഒരു MLA ആണ് സർ. അതെ, ഈ മുന്നണിയിൽ 10-72 MLA-മാരുണ്ട്. 72. PC ജോർജിനെ കൂട്ടുന്നില്ല. അപ്പോഴും PC ജോർജിനെ കൂട്ടിയാൽ 73 ആവും. PC ജോർജിനെ കൂട്ടുന്നില്ല. സരിതയുടെ കത്തിൽ എല്ലാ UDF നേതാക്കളും പെടുകയാണ്. അങ്ങയുടെ പേരില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? എനിക്ക് ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് സരിതയായിട്ടൊരു ബന്ധമില്ല, ഞാൻ സരിതനെ കണ്ടിട്ടുമില്ല. എന്തുകൊണ്ടാണ് UDFിലെ നേതാക്കൾ മാത്രം പെടുന്നത്? പവർ കോറിഡോറിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ. പവർ കോറിഡോറിൽ എന്ന് പറയുമ്പോൾ മന്ത്രിമാർ തന്നെ വേണമെന്നില്ല, MLA-മാരും MP-മാരും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UDFിൻ്റെ നേതാക്കൾ മാത്രമാണ് അതിൽ. എന്താണ് സരിത പറഞ്ഞു എന്ന് കണക്കാക്കി അത് യാഥാർത്ഥ്യങ്ങളൊന്നുമില്ലല്ലോ. സരിതയുടെ ഒരു പ്രത്യേക അവർ ഈ ആളുകളെ ഇങ്ങനെ പേര് പറയാ, ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാക്കുമെന്ന് പറയും പോലെയാണ്. ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് പേരുടെ പേര് പറയുക, അപ്പം അവരെ പേടിപ്പിക്കുക, പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചിലരുടെ പേര് പറയുക. അതൊക്കെ ഒരു ഡയറക്റ്റി ആയിട്ടുള്ള എന്താ അതിന് പറയേണ്ട ഒരു അതിലൊന്നും ഒരു സരിത പേര് എഴുതുന്നതാണോ ഡേട്ടി, അതോ ഇതിനൊക്കെ പോകുന്ന ആളുകളാണോ ഡേട്ടി? അതിന് പോയിന്ന് ആര് പറഞ്ഞു? സരിത പറയുന്നു. സരിത പറഞ്ഞാൽ മാത്രം വിശ്വസിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്ന മാത്രം കേട്ട് വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കുക. സരിതയെ ഫോൺ വിളിച്ചതിന് എന്തിനാണ് പിന്നെ മുഖ്യമന്ത്രി 3-4 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പുറത്താക്കിയത്? അത് സരിത അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത്രിമാരെ കണ്ടിട്ടില്ലെന്ന് പറയുന്നില്ല. കണ്ട് അവരുടെ ആവശ്യം അവരുടെ ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. മന്ത്രിമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലാതെ ചെയ്യില്ല. അതൊക്കെ ആരും വന്നാലും നമ്മൾ സരിതയുടെ കത്തിൻ്റെ ചെറിയ ഭാഗം മാധ്യമങ്ങൾക്ക് കിട്ടുകയും മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ സരിതയെ ഇവരെല്ലാം കൂടി ചേർത്തിട്ട് അതല്ല കത്ത് എന്ന് സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും സരിത ഓടി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പോയി പത്രസമ്മേളനം നടത്തുകയും ഇങ്ങനെ ഇതാണ് എൻ്റെ യഥാർത്ഥ കുറിപ്പ്. അതിനുള്ളിൽ കൂടെ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട്. അതൊക്കെ തട്ടിപ്പാന്നേ, രാഷ്ട്രീയ തട്ടിപ്പല്ലേ ഇതൊക്കെ. എങ്കിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുന്ന സരിത എസ് നായരെ ഒരിക്കൽ കൂടി അറസ്റ്റ് ചെയ്യുക. കാരണം ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാരെ, ഇവിടുത്തെ സംസ്ഥാന മന്ത്രിമാരെ, ഇവിടുത്തെ MP-മാരെ, ഇവിടുത്തെ MLA-മാരെ ഒക്കെ അവരിങ്ങനെ തുടർച്ചയായി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കടലാസ് കാണിച്ച് ഈ തരത്തിൽ ഗൂഢാലോചന നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ആ ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആഭ്യന്തര വകുപ്പ് ഓർഡർ ഇട്ടിട്ടുണ്ടല്ലോ ശ്രീ ജോസ് കെ മാണിയുടെ. ഇല്ല, അത് മാധ്യമങ്ങൾ തൻ്റെ പേര് ദുരുപയോഗിച്ചു എന്ന ജോസ് കെ മാണിയുടെ പരാതിയിലാണ്. സരിതയുടെ കത്തിനെ കുറിച്ച്, സരിതയുടെ ആ കടലാസിൻ്റെ ഉള്ളിലൂടെ മാധ്യമങ്ങൾ പുറത്തുവിട്ട പേരുകളെക്കുറിച്ചൊരു അന്വേഷണമില്ല. അതൊന്നും അത് എല്ലാ അന്വേഷണം പരിധിപ്പെടും. എങ്ങനെ അങ്ങനെയൊന്നും അന്വേഷണം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അല്ല, രമേശ് ചെന്നിത്തല പറയുന്നതാണല്ലോ ആഭ്യന്തര മന്ത്രി എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്ര മോശമായി പോയ രാഷ്ട്രീയം. താങ്കളൊരു സീനിയർ നേതാവാണ്, മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ ഒരു ക്ലീനായ ഇമേജുള്ള ആളെന്ന്. ഇത്ര മോശമായി പോയോ രാഷ്ട്രീയം? ഇത് ഒരു ഭാഗം കേട്ടിട്ടില്ല നമ്മളിതൊക്കെ തീരുമാനിക്കുന്നത്. ഭാഗമൊന്നും അല്ല സർ. പത്രക്കാർ, മീഡിയക്കാർ, ഇത് മീഡിയയ്ക്ക് ഒന്നാമത്തിൽ ഈ മീഡിയയുടെ
ധാരാളം ഇങ്ങനെ പുതിയ ചാനലുകളൊക്കെ വന്നൊരു വലിയ കോമ്പറ്റീഷനാണ്. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ 10 ഇരട്ടിയാക്കി. എന്തെങ്കിലും ഒരു വാർത്തയാണ്. സരിതയുടെ ആക്ഷേപത്തിന്മേൽ, സരിതയുടെ മേൽ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച ഗവൺമെൻറ്റാണ് നിങ്ങളുടേത്. ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഈ കത്തിൽ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, അന്വേഷണങ്ങളാണ് നടത്തുന്നത്. അവരാരും പോയില്ലല്ലോ. അങ്ങനെ സത്യമായിരുന്നുണ്ടെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിച്ചേക്കണവർക്ക് കമ്മീഷൻ പോയില്ല. വി എസ് അച്യുതാനന്ദൻ പോയി, കോടിയേരി ബാലകൃഷ്ണൻ പോയി, സി ദിവാകരൻ പോയി, പോകാത്തവരാരും ഇല്ല ഇന്നിപ്പോൾ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ. എന്തായാലും വരട്ടെ, റിപ്പോർട്ട് വരുമേറിയാലോ. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയം ഇത്ര മോശമായി പോയത്? രാഷ്ട്രീയത്തിൻ്റെ അങ്ങനെ ഒരു പ്രത്യേക മോശം എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. പൊതുവേ രാഷ്ട്രീയ സ്ഥിതികൾ നമുക്ക് അതിലെ ദേശീയ അടിസ്ഥാനത്തിൽ നോക്കിയാലും അന്തർദേശീയ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഓരോ വർഷം ചെല്ലുന്തോറും ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം എന്നുള്ളതല്ലാതെ ഇവിടെ കേരളത്തിൽ മാത്രമായിട്ട് പ്രത്യേകം ഒരു ഈ അന്തർദേശീയ നിലവാരത്തിലുള്ള മോശം ഇവിടെയും ബാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരിലും ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണമല്ലോ. അങ്ങ് കൺവീനറായ UDF-നെയാണ് അത് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. ഈ UDF നേതാക്കളുടെ പേര് മാത്രമാണ് ഇതിനകത്ത് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത് എന്താണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അത് മനഃപൂർവ്വമാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. മദ്യനയം കേരളത്തിന് പ്രായോഗികമായ രീതിയിലാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? മദ്യനയത്തിൽ 2-3 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് അത് നിർത്തൽ ചെയ്താൽ മതി എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതല്ല, ഈ മദ്യ ഷാപ്പുകൾ ഇപ്പോൾ ലൈസൻസ് കൊടുത്തിട്ടുള്ള ഈ ബാറുകളൊക്കെ തന്നെ നിർത്തലാക്കണമെന്ന് ഒരു ശക്തമായ അഭിപ്രായം അതും ഉണ്ടായിരുന്നു. അവസാനം തീരുമാനിച്ചതാണ് എല്ലാം നിർത്തലാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സിവിൽ സപ്ലൈസിൻ്റെ 10% വെച്ച് വർഷം തോറും അത് കുറയ്ക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഒരു 10 വർഷക്കാലം കഴിയുമ്പോൾ പൂർണ്ണ മദ്യ നിരോധനം കേരളത്തിൽ സാധ്യമാണോ? അത് ഞങ്ങളുടെ എല്ലാ പാർട്ടികളും കൂടി ചേർന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മാനിഫെസ്റ്റോയിൽ അത് പറഞ്ഞിട്ടുള്ള സാധ്യമാണോ? അത് പ്രായോഗികമായിട്ട് നോക്കാണ്, സാധിക്കണം. പി തങ്കച്ചൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി കൂടി വന്നപ്പോൾ ഞങ്ങളുടെ തീരുമാനത്തിന് അത് സാധൂകരിച്ചല്ലേ വിധി വന്നേക്കുന്നത്. 5 സ്റ്റാർ അവിടെ പോയിട്ട് സുപ്രീം കോടതി പോയിട്ട് സ്റ്റേ കിട്ടിയിട്ടുമില്ല. 5 സ്റ്റാർ ബാറുകൾ മാത്രം മതി എന്ന് വിചാരിക്കുമ്പോൾ സാധാരണ 2 അടിക്കണമെന്ന് വിചാരിക്കുന്നവരെന്ത് ചെയ്യും? അത് വേണ്ട, മനുഷ്യൻ്റെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന ഒരു ഏർപ്പാടാണ് എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായ ഒരു നിലപാട്, മുസ്ലിം ലീഗിൻ്റെ ശക്തമായ ഒരു നിലപാട്, ഞങ്ങളുടെ ഘടകകക്ഷികളുടെ എല്ലാവരുടെയും ശക്തമായ നിലപാട് ഒറ്റയടിക്ക് നിർത്തുന്നത് വളരെ പ്രായോഗികമായിരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് നിർത്തുക. അതിന് വേണ്ടത്ര ഇതിൻ്റെ മദ്യാസക്തി, മദ്യശീലത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് വളർന്നു വരുന്ന കുട്ടികളിലും ചെറുപ്പക്കാരിലുമൊക്കെ വേണ്ടത്ര ഒരു ബോധവൽക്കരണം നടത്തുക. ആത്മാർത്ഥമുണ്ടോ പി തങ്കച്ചൻ? കള്ള് ഷാപ്പുകൾ, ചാരായ ഷാപ്പുകൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞു, എന്നിട്ട് കള്ള് ഷാപ്പുകൾ കൊടുത്തു. കള്ള് ഷാപ്പിൽ മുഴുവൻ കള്ള് എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് പോലും അവിടെയില്ല. ചാരായത്തിൽ കലർത്തിയിട്ടാണ് ഇതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ബിയർ വൈൻ പാർലറുകളിൽ ബിയറിൽ തന്നെ എത്രത്തോളം ആൽക്കഹോൾ കണ്ടന്റ് കൂട്ടാമെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മുഴുവൻ ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് 1 വർഷം പോലും ഇനി സർക്കാർ തികച്ചില്ല. ഇങ്ങനെ മാത്രമല്ല, 24 5 സ്റ്റാർ ബാറുകളുള്ളിടത്ത് ഏതാണ്ട് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ക്ലബ്ബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ആത്മാർത്ഥതയുള്ളൊരു ഗവൺമെൻറ്. ക്ലബ്ബുകളുടെ കാര്യം വരുന്ന UDF-ൽ ഞങ്ങൾ ഇതേവരെ തീരുമാനിച്ചിട്ടില്ല. പൊതുവായി ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിലൊരു ആത്മാർത്ഥതയോടുള്ള സമീപനമാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം അവസാനിപ്പിക്കണ്ടേ? അപ്പം കള്ള് ഷാപ്പിൽ ചാരായം കൊടുക്കുന്നു, അത് നിർത്തലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്നൊരു സമ്പ്രദായത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം വരുമ്പോൾ ആരംഭത്തിൽ അതിൻ്റെ ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. ഇത് ആദ്യകാലം മുതലുള്ളതാണ് മദ്യപാനശീലം നമ്മുടെ നാട്ടിൽ. അത് എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു. എത്രയോ പേര് ഇതിൻ്റെ അഡിക്റ്റായിട്ട് എത്രയോ പേര് മരിച്ചു വീഴുന്നു, എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നു. ആ ദുശീലങ്ങൾ മാറ്റിയെടുക്കാൻ കുറേ സമയം വേണ്ടി വരും. അത് ഒറ്റയടിക്ക് 1 കൊല്ലം കൊണ്ടല്ലെങ്കിൽ 3 മാസം കൊണ്ടൊക്കെ നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ കാര്യത്തിൽ UDF വിപ്ലവകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ആ ഘട്ടത്തിൽ നിയമവാഴ്ച ഉണ്ടെങ്കിൽ ഇവിടുത്തെ കള്ള് ഷാപ്പുകളിലൊന്നും ചാരായം വിൽക്കാൻ പാടില്ല. അതിൽ ഇല്ലെന്നാണ് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്.
അതെ, എക്സൈസ് മന്ത്രിയാണ് ഇപ്പോൾ 12 കോടി രൂപ ബാർ ഉടമകളിൽ നിന്ന് വാങ്ങി എന്നൊരു ആക്ഷേപത്തിന് വിധേയമാകുന്നത്. അപ്പം ഇങ്ങനെ ആക്ഷേപം തുടങ്ങിയാൽ ആരെക്കുറിച്ച് എന്താ പറയാൻ പറ്റില്ല. കെ എം മാണി 2 കോടി 10 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളതാണ് കെ എം മാണിയുടെ മേലുള്ള ആക്ഷേപം. അതിനേക്കാൾ വലിയ ആക്ഷേപമാണ് കെ ബാബുവിനെതിരെയുള്ളത്. കെ എം മാണിക്കെതിരെ FIR ഇപ്പോൾ കുറ്റപത്രം കൊടുക്കാൻ പോകുന്നു. ബാബുവിനെതിരെ FIR ഒന്നുമില്ല. ഇതൊക്കെ പറച്ചിലല്ലേ? തെളിവുകളുണ്ടോ? കെ എം മാണിക്കെതിരെ തെളിവുണ്ടായിട്ടാണോ കേസെടുത്തത്? കെ എം മാണിക്കെതിരായിട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറഞ്ഞാൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് അത് അവസാനിപ്പിച്ചാൽ നാളെ അതായിരിക്കും ആക്ഷേപം. ധാരാളം പേര് തെളിവ് കൊടുക്കാനുണ്ടായത്, മുഴുവൻ തെളിവുകളും എടുത്തില്ല, ഇടയ്ക്ക് കെ എം മാണിയെ രക്ഷിക്കാൻ വേണ്ടി ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്ഷേപം വരും. അപ്പോൾ പഴുതുകളൊക്കെ അടച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. കെ എം മാണിക്കെതിരെ ആഭ്യന്തരമന്ത്രി തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ ഓർഡർ ഇട്ടു. കെ ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് മിണ്ടാട്ടില്ല. അത് വിജിലൻസിൻ്റെ കാര്യം. ഇത് അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ 2 താപ്പെന്ന് കണക്കാക്കണ്ട. അങ്ങനെ ഒരു പല താപ്പുണ്ട് എന്ന് ആക്ഷേപിക്കുന്നത് ഞാനല്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അത് ഇടതുപക്ഷ ചായവെള്ള പത്രക്കാരും ഇടതുപക്ഷ ചായവെള്ള മീഡിയകളും ഒക്കെ ഇങ്ങനെ ഓരോന്നും. കെ എം മാണി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആന്റണി രാജു കെ എം മാണിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു? അല്ല, കെ എം മാണിയും ആന്റണി രാജുവാണ് പറഞ്ഞത് ഇത് ഇരട്ടത്താപ്പ് മാത്രമല്ല പല താപ്പാണ് ഈ ഗവൺമെൻറ്റിൽ നിന്ന്. അതില്ല, ഒരിക്കലും ഇരട്ടത്താപ്പല്ല. കെ എം മാണിയെ പോലെ വളരെ സീനിയറായിട്ടുള്ള ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു നേതാവിന് അങ്ങനെ ഒരു അനീതി അദ്ദേഹത്തോട് ഞങ്ങൾ ചെയ്യില്ല. 2 നീതിയാണ് ഇവിടെ എന്ന് വാഗൊണ്ട് പറഞ്ഞത് കെ എം മാണിയാണ്. ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. കെ എം മാണിയെ ഒതുക്കാൻ എന്തിന് UDF ശ്രമിച്ചു? അദ്ദേഹം ഇടയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ പോയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ല. കെ എം മാണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തി. അത് PC ജോർജ് പറഞ്ഞു. ഞാനും ഉണ്ണിയാടനുമാണ് LDF നേതാക്കളുമായി സംസാരിച്ചത് എന്ന്. അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ജോസ് കെ മാണിയെ ജയിപ്പിച്ചു കൊടുക്കാം എന്നുള്ളത് LDFിൻ്റെ വാഗ്ദാനമായിരുന്നു. അതവർ നടപ്പിലാക്കി. അവിടെ PC തോമസ് വരാതിരിക്കാൻ വരില്ല എന്ന് അവർ ഉറപ്പുവരുത്തിയെന്ന് മാത്രമല്ല PC തോമസിൻ്റെ തന്നെ പാർട്ടിയിൽപ്പെട്ട സ്കറിയ തോമസിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മൻചാണ്ടി ഇതെല്ലാം കണ്ട് കെ മാണിക്കെതിരെ ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ കിങ് പിൻ ആരാണ് എന്ന് എനിക്കറിയാമെന്നാണ് പറയുന്നത്. അത് കോൺഗ്രസ്സുകാരാണ്, അങ്ങയുടെ പാർട്ടിക്കാരനാണ്. എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് കെ എം മാണി അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പേര് പറഞ്ഞാൽ എനിക്കറിയാൻ കഴിയും. UDFിലാണ് ഇതിന് ഗൂഢാലോചന നടന്നതെന്നാണ് കെ മാണി പറയുന്നത്. കെ മാണി പറയുന്നതിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല. കെ മാണി പറയുന്നത് തെറ്റാണ്. ഒരു ഗൂഢാലോചന എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഗൂഢാലോചന കെ എം മാണിയെ മറിച്ചിടാനോ അല്ലെങ്കിൽ കെ എം മാണിയെ മോശക്കാരനാക്കാനോ ഒരു ഗൂഢാലോചന UDFിൽ നടന്നതായി എനിക്കറിവില്ല. പിന്നെ കെ മാണി ഉദ്ദേശിക്കുന്ന കിങ് പിൻ ആരാണ്? എനിക്കറിയില്ല. ഞാനിത് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ടോ മനസ്സിൽ? ഇല്ല, എനിക്കറിയില്ല. ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള ഒരു കുസൃതിക്ക് കൂട്ടു നിൽക്കും. ഉമ്മൻചാണ്ടി കേസ് ഉണ്ടാക്കി കെ കരുണാകരനെ പുറത്താക്കിയ ആളാണ്. ഉമ്മൻചാണ്ടിയോട് കളിച്ച എന്തായിരിക്കും വിധി എന്നുള്ളത് കെ കരുണാകരൻ പോലും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നെയാണോ കെ എം മാണി? വലിയ വടവൃക്ഷങ്ങളെ വെട്ടിവീഴ്ത്തുക എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഹോബിയാണ്. അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം നല്ല ഒരു തന്ത്രജ്ഞനാണ് രാഷ്ട്രീയത്തിൽ എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. നല്ല മിടുക്കുള്ളൊരു തന്ത്രജ്ഞനാണ്. കെ സുധാകരന് UDF കൺവീനർ ആകണം. ആര് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞോ? അത് ശരി, ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരു സ്ഥാനം ഒഴിവുണ്ടോ? ഒഴിവില്ലല്ലോ, ഇപ്പോൾ ഒഴിവില്ല. ഇപ്പം ഞാനാകണം കൺവീനർ. പിന്നെ വല്ല ഒഴിയാൻ വല്ല സാധ്യതയുണ്ടോ? അറിയില്ല. എന്നെ എപ്പോഴാണ് ഒഴിപ്പിക്കണേ എന്നുള്ള എനിക്കറിയില്ല. ഇപ്പം അങ്ങനെ ഒരു ആലോചന ഇല്ല. നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പല്ലേ? ഞങ്ങളെല്ലാം ഒരു പഴയ I വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്തുകൊണ്ടാണ് I ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ കൺവീനർ സ്ഥാനത്ത് തുടരുമ്പോൾ ആ സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതല്ലേ ഈ എല്ലാം മുളച്ചുപിടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് PP തങ്കച്ചൻ രാജ്യസഭയിലേക്ക് പോകാമെന്ന് കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചില ആലോചനകളുണ്ട്. അങ്ങനെ പോയാൽ താങ്കൾക്ക് ഈ UDF കൺവീനർ സ്ഥാനം താങ്കൾ ആഗ്രഹിക്കുമോ എന്ന്. എന്നെ ആക്കിയാൽ ഞാനത് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ്. അപ്പോൾ ആഗ്രഹിച്ച ഒരാളിങ്ങനെ നിൽക്കുകയാണ്. അതെപ്പോഴാണ് ഒഴിഞ്ഞു കൊടുക്കാന്ന്? എപ്പോൾ വേണമെങ്കിലും ഒരു വിരോധമില്ല. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞു കൊടുക്കാം. രാജ്യസഭയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങേക്ക്? ആർക്കാ? മനുഷ്യനല്ലേ? മനുഷ്യനല്ലേ രാജ്യസഭയിൽ പോകുമോ? ഇല്ലല്ലോ. ഇല്ല. ആഗ്രഹങ്ങൾക്കൊരു പരിധിയില്ലെന്നല്ലേ പറയുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനൊക്കെ തയ്യാറായിരുന്നു. വെറുതെ പറയണല്ലേ. ഈ പറഞ്ഞോണം കിട്ടിയാൽ പോകാന്നുള്ളതല്ലാണ്ടായിരുന്നു. ഒന്നും ഒരു
പാർട്ടിക്കകത്തൊരു കടുംപിടുത്തോ. വയലാർ രവിക്ക് ഒരു ടേം കൂടി കൊടുക്കേണ്ടതില്ലായിരുന്നു, ഞാൻ പോകാമായിരുന്നു എന്ന നിലയിൽ ഷർട്ട് തുന്നിച്ചു വെച്ചിരുന്നു. ഇല്ല. വയലാർ രവി വളരെ സീനിയറായിട്ടുള്ള നേതാവ്, അദ്ദേഹം അറിയിക്കുന്നതാണ്. അദ്ദേഹത്തും എന്നെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ തങ്കച്ചനെ ഒതുക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ടോ എവിടെയോ? അങ്ങ് ഗവർണറാകാൻ വേണ്ടി തയ്യാറായിരുന്നു, ഇപ്പോൾ രാജ്യസഭാംഗമാകാൻ തയ്യാറായിരുന്നു. എവിടെയോ ഒരു കത്രിക പി തങ്കച്ചനെ ലക്ഷ്യമിട്ട് ഇങ്ങനെ നടക്കുന്നു. എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില പ്രചരണങ്ങൾ എന്നുള്ളതല്ല. മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, KPC പ്രസിഡൻ്റായിരുന്നു, UDF കൺവീനറായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഒരാഗ്രഹം വരുമ്പോൾ അത് നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഞാനങ്ങനെ ഒരു ആഗ്രഹം ആരോടും പ്രകടിപ്പിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചവരുടെ അടുത്ത് എനിക്ക് അതിന് അയോഗ്യതയൊന്നും ഇല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗവർണറാവാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അയോഗ്യനല്ല ആ കാര്യത്തിൽ. രാജ്യസഭയ്ക്ക് താല്പര്യമുണ്ട്, ഞാൻ ആ കാര്യത്തിൽ അയോഗ്യനല്ല. പക്ഷേ എന്നെക്കാളും യോഗ്യന്മാർ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ തട്ടി മാറ്റി എനിക്കിതൊക്കെ നന്നായി പറഞ്ഞു താങ്കൾ. ഭരണത്തെ വിലയിരുത്തുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഇപ്പോൾ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയൊരിക്കൽ കൂടി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഗ്ലോറി ഈ സർക്കാരിന് ഉയർത്തിക്കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. എന്തൊക്കെ നിങ്ങൾ വിമർശിച്ചാലും എന്തെല്ലാം വിവാദങ്ങൾ ഉയർന്നാലും രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, വിവാദത്തിൻ്റെ പേരിൽ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനപക്ഷ പരിപാടികളും നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. കുറേ കാലമായി ഭരണം നടന്നിട്ടില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഒരു ജനപക്ഷ പരിപാടികളും നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. പല പദ്ധതികളും തുടങ്ങി, പലതിനും ആരംഭം കുറിച്ചു, പലതും പൂർത്തിയാക്കി, വൻകിട പദ്ധതികൾ പോലും. എന്ന് തന്നെയല്ല, ഇത്രയേറെ പാവങ്ങൾക്കും സാധാരണക്കാർക്കും പ്രയോജനം ചെയ്ത ഒരു ഗവൺമെൻറ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് അതിനു മുമ്പുണ്ടായിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. വോട്ട് വരുമ്പോൾ അതൊക്കെ വോട്ടായി കിട്ടും. എന്തുമാത്രം പ്രയോജന പാവങ്ങൾക്ക് കിട്ടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പിരുന്ന അച്യുതാനന്ദനും നായനാർക്കും ഒക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു എന്ന് അതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നുള്ളതാണ് താങ്കൾ UDF യോഗത്തിന് ശേഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അരുവിക്കര ഇപ്പം തന്നെ കാര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PC ജോർജിൻ്റെ സംഭാവന അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ LDF കുറെ കൂടി ഒരു സുസംഘടിതമായ രീതിയിൽ അവരാദ്യമായി ഇപ്പോൾ വന്നിരിക്കുന്നു. അരുവിക്കര തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘട്ടമായിരിക്കില്ലേ ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ്? ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂയാണ്. ശ്രീ കാർത്തികേയൻ്റെ സീറ്റാണ്, കോൺഗ്രസിൻ്റെ സീറ്റാണ്, നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ച സീറ്റാണ്. അത് ഇക്കുറി ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതില്ല എങ്കിൽ ഈ ഭരണത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അതില്ലെങ്കിൽ ഒരംഗം കുറയുന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വരുന്നില്ല, അതുണ്ടാവും. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പ്. എന്തായാലും എല്ലാവരെയും സംബന്ധിച്ച്, UDFനെയും സംബന്ധിച്ച്, ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉറപ്പുള്ളൊരു സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് ഞങ്ങൾക്ക് ക്ഷീണമല്ലേ? അതില്ലാതെ നോക്കും ഞങ്ങൾ. അരുവിക്കര തോൽവിയാണെങ്കിൽ ശരിയാണ്, നമ്മൾ ഇല്ലാത്തൊരു സാഹചര്യത്തെയാണ് വിലയിരുത്തുന്നത് എങ്കിൽ തന്നെയും ഒരു മുഖം മാറ്റം, നേതൃമാറ്റം, തലമാറ്റം അത് കോൺഗ്രസ്സിൽ ആവശ്യം വരില്ല. അതൊക്കെ ഞാനൊന്നും ഇപ്പം ആലോചിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. അതൊക്കെ വെറും സാങ്കല്പിക ചോദ്യങ്ങളല്ലേ. അങ്ങനെ വന്നാലെങ്ങനെയെന്നൊക്കെയുള്ളത് അങ്ങനെ വരട്ടെ, അപ്പം ആലോചിക്കാം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. താങ്കൾ യോഗ്യതയ്ക്ക് യാതൊരു കുറവുമില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മുഖ്യമന്ത്രിയാവാൻ രമേശ് ചെന്നിത്തല യോഗ്യനാണ്, VM സുധീരൻ യോഗ്യനാണ്, വയലാർ രവി യോഗ്യനാണ്. ആരാ യോഗ്യന്മാരല്ല? ധാരാളം നേതാക്കന്മാരുണ്ട്. UDFൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു നേതൃമാറ്റം ആവശ്യം ഉയരാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തങ്കച്ചേട്ടനെ വിളിച്ച് ചോദിക്കുന്നുണ്ടാവില്ല ആളുകൾ, നമ്മളത് ഉന്നയിക്കാനുള്ള സമയമായോ? അപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടെ ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. അരുവിക്കര തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് ചോദിക്കാം. വളരെ നന്ദി.